ഞങ്ങൾക്കും പറയാനുണ്ട്. ബിഗ് ബോസ് വിന്നർ തെരഞ്ഞെടുത്ത പോലെ ആവരുത് ഇനി വരുന്ന മെമ്പർമാരെ തെരഞ്ഞെടുക്കും. ഗവൺമെന്റ് ആശുപത്രിയിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള രോഗികൾക്ക് ചികിത്സ കിട്ടണം. കിട്ടുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഭരണമാണ്. റോഡുകൾ നന്നാക്കാനായിട്ട് വന്നു. അത് പഞ്ചായത്തിൽ ഫണ്ടില്ലെന്ന് പറയണവര്. ഇനി ഇലക്ഷൻ്റെ സമയത്ത് എങ്ങനെ ശരിയാകുമെന്നുള്ളത് അറിയില്ല. ജയിച്ചു വരുന്നവരെ എല്ലാവരും തുല്യമായിട്ട് കാണാം, പാർട്ടിപരമായിട്ട് വ്യത്യസ്തമായി കാണാണ്ടിരിക്കുക. ഇന്ന് ഞങ്ങൾക്കും പറയാനുണ്ട് ടീം എത്തിയിരിക്കുന്നത് പാർല ഗ്രാമപഞ്ചായത്തിലാണ്. പാർല ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനമാണോ വികസന മുരടിപ്പാണോ പറയേണ്ടത് ഞങ്ങളല്ല, ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾക്കും പറയാനുണ്ട് ടീം ഇന്ന് പാർല പഞ്ചായത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കോടന്നൂരാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കോടന്നൂര് അനുദിനം വികസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാൻ പറ്റും, വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പരാതികൾക്കും പരിഭവങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല പാർല പഞ്ചായത്തിൽ. ഏതായാലും ഞങ്ങൾ നീട്ടുന്നില്ല, അവർ പറയുന്നു ഞങ്ങൾക്കും പറയാനുണ്ട്. പഞ്ചായത്തിലെ ചേട്ടൻ്റെ പേര് രവിവേട്ടൻ. ഏത് വാർഡിലാണ്? ഞാൻ 9ാം വാർഡ്. 8ലായിരുന്നു, 9ലേക്ക് മാറിയിട്ട്. എങ്ങനെയാണ് എങ്ങനെയാണ് കഴിഞ്ഞ 8ാം വാർഡിലെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ആ വാർഡ് മെമ്പറുടെ പ്രവർത്തനവും പഞ്ചായത്തിന്റെ പ്രവർത്തനവും ഒക്കെ എങ്ങനെയാണ് ചേട്ടൻ ഒരു കാഴ്ചപ്പാട്? ഞങ്ങളവിടെ സുനി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വാർഡ് മെമ്പറിലുള്ളത്. ആളുടെ ഇത് കുഴപ്പമില്ല. ഇപ്പോൾ ആൾ ഒഴിയാൻ പോകുന്നു, വേറൊന്നുമില്ല. എങ്ങനെയാണ് പഞ്ചായത്തിന്റെ റോഡുകളൊക്കെ എങ്ങനെയാണ് അവസ്ഥ? ഞങ്ങളവിടുത്തെ റോഡുകളൊക്കെ മോശമായിട്ടാണ് കിടക്കുന്നത്. ഞങ്ങളുടെ ഒരു ചെറിയ ഊടുവഴികളുമാണ്. അത്യാവശ്യം ടെമ്പറും സാധനങ്ങളൊക്കെ പോകും. അത്യാവശ്യമുള്ളൂ. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം എത്തിച്ചിട്ടുണ്ടോ? കുടിവെള്ളം ക്ഷാമങ്ങളൊന്നും ഇല്ല അവിടെ, ആ ഭാഗത്തൊന്നുമില്ല. കുടിവെള്ളം എപ്പോഴും 24 മണിക്കൂറും കുടിവെള്ളം കിട്ടുന്നുണ്ട്. ഒരു 5 വർഷം സംതൃപ്തനാണോ ഈ പഞ്ചായത്തിന്റെ ഭരണത്തിൽ? അതെ അതെ, സംതൃപ്തനാണ്. എന്തുകൊണ്ടാണ് സംതൃപ്തനാന്ന് പറയാൻ കാരണം? സംതൃപ്തന എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവർ തരുന്നുണ്ട്. പഞ്ചായത്തിൽ എന്തെങ്കിലും പറഞ്ഞ വെള്ളം കുടിവെള്ളം ഇല്ലാണ്ടാകുമ്പോഴോ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് അല്ലെങ്കിൽ പിന്നെ മെസ്സേജ് വിടും ഇന്ന സമയത്തില്ല എന്നുള്ളത്. അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. വാർഡ് മെമ്പറിന് കുറ്റം പറയാനൊന്നും പറ്റില്ല. വാർഡ് മെമ്പർക്ക് എന്നല്ല, സുനി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞങ്ങളവിടെ ജയിച്ചത്. പാർലത്തെ കുറിച്ച് ചേട്ടന വികസന കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഇത് കഴിഞ്ഞൊരു 5 വർഷം എടുത്ത് നോക്കുകയാണെങ്കിലും ഇനിയുള്ള കാലഘട്ടത്തിൽ എന്താണ് ചേട്ടൻ അഭിപ്രായം? ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള രോഗികൾക്ക് ചികിത്സ കിട്ടണം. അതാണ് കൂടുതലും മെയിനായിട്ട്. സാധാരണ ഇല്ലാത്തവർക്ക് ഇപ്പോൾ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും പുറമെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ വലിയൊരു കാശ വരണതേ. അപ്പോൾ നമുക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഏറ്റവും വലിയത് നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി ഉണ്ടായിരിക്കണം. റേഷനരിയും അതുപോലെ മണ്ണെണ്ണ കൊടുക്കണമല്ല. എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ട് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എന്ത്, നാളെ ഇപ്പോൾ എനിക്കൊരു അറ്റാക്കിൻ്റെ അസുഖം വന്നു കഴിഞ്ഞാൽ ആ അറ്റാക്കിൻ്റെ അസുഖത്തിനുള്ള ഒരു ചികിത്സ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് ഉറപ്പായി കിട്ടണം. അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയുടെ സേവനം മതിയായ സേവനം ഇല്ലെന്നാണോ അഭിപ്രായം? ഇല്ലെന്നല്ല, നമ്മളെ ഇപ്പോഴത്തെ ജനസാന്ദ്രതയും നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ രോഗത്തിനനുസരിച്ചിട്ടുള്ള ഇത് കുറവാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ECG എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേട്, അല്ലെങ്കിൽ പുറമെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഈ കോടന്നൂർ നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കും വലിയൊരു ഇതാണ്. അതിനൊക്കെ ഒരു മാറ്റം, ഗതാഗതക്കുരുക്കിനും മാറ്റമുണ്ട്. ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് നീക്കി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഭാഗത്തേക്ക് നീക്കി കഴിഞ്ഞപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട്. ഇപ്പോൾ ബഹളം കുറവാണ്. പിന്നെ റോഡ് അപകടങ്ങൾ കൂടുതൽ വരണത് ഡ്രൈവർമാരുടെ ആ ഒരു കഴിവ് കുറവുകൊണ്ട് തന്നെ. ഇനി അവരുടെ ഓരോരുത്തർക്കും അവരവർക്ക് പെട്ടെന്ന് പോകണം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ എടുക്കണ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആശയം തന്നെയാണ്. ഒരു ടാക്സി ഡ്രൈവറാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, പാർല ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ റോഡുകളെ കുറിച്ചുള്ള നിലവാരം എങ്ങനെയാണ്? റോഡുകൾ പല വഴികളും മോശപ്പോൾ വളരെ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്തൊരു ഇതാണ് കാണുന്നപ്പോൾ. പല സ്ഥലത്തും വണ്ടി കൊണ്ടുപോകുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ബുദ്ധിമുട്ട്. ഇപ്പോൾ വണ്ടിക്കും ആൾക്കും അതിനും അപകടമാണ്. അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഗതാഗതക്കുരുക്ക് ഇപ്പോൾ ഇവിടെ. ഇനി വരുന്ന ആളുകളോട്, ജനപ്രതിനിധികളാവാൻ വരുന്ന ആളുകളോട് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഇതും ജനങ്ങളുടെ എന്തെല്ലാം പരാതികളും കാര്യങ്ങളും ഉണ്ടോ അത് പരിഹരിച്ച് ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കാനാണ് എൻ്റെ അഭിപ്രായം. പാർല പഞ്ചായത്തിലൂടെയാണ് ഞങ്ങൾക്കും പറയാനുള്ള ടീം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കോടന്നൂരാണ് ഇപ്പോൾ നിൽക്കുന്നത്. കോടന്നൂർ ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന സമയം അത്ര നല്ല സമയമല്ല. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ കടയിലൊക്കെ നല്ല തിരക്കാലേ. ഇത് ബജിക്കടയാണോ? ഇത് ബജിക്കട.
വൈകുന്നേരം എങ്ങനെയാ അവിടുത്തെ തിരക്കൊക്കെ എങ്ങനെയാ? നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. ഇവിടെ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മറ്റേ സ്ഥലം കാണില്ലേ, അത്രയേറെ തിരക്കാണ്. ഇത്രയും തിരക്കാണ്. എന്റെ പേരെന്താ? സോമൻ. സോമേട്ട എന്താ ചെയ്യണേ? ഞാൻ പറഞ്ഞു തരുമണി. എങ്ങനെയാണ് സോമേട്ട നമ്മുടെ ഒരു കഴിഞ്ഞ 5 വർഷമൊക്കെ 2ാം വാർഡിലായിരുന്നു അല്ലേ? 2ാം വാർഡ്. അവിടെയൊക്കെ എങ്ങനെയാണ് 2ാം വാർഡിലെ ഒരു വികസന കാര്യത്തെ കുറിച്ച്? ഞാൻ ഔട്ട്ഡോർ പണിയെടുക്കുന്നു ഇവിടെ. ആഴ്ചയിൽ ഓടിയാറില്ലേ? ഓട്ടിയാറുണ്ട്, ഓടിൻ്റെ തന്നെ വരും. പഞ്ചായത്തിന്റെ ഭരണത്തെ കുറിച്ച് എങ്ങനെയാ ചേട്ടൻ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്? ഇതിന്റെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത്ര കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി കൂടുതലായിട്ട്. അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ള കുറിച്ച് പിന്നെ അങ്ങനെ നമ്മൾ വോട്ട് ചെയ്യാൻ വരിക വല്ല പാർട്ടിയിൽ എന്താ വേണ്ടത്? ആശുപത്രിയുടെ സേവനം ആശുപത്രിയിലാണെന്നുണ്ടെങ്കിൽ ആശുപത്രി ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആശുപത്രി ഇല്ല. പ്രൈവറ്റ് ആയിട്ട് പറയുന്നത് 2-3 ഡോക്ടർമാരോട് ഇട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതാവശ്യമാണ്. പിന്നെ ഇവിടെ എന്താ പിന്നെ വികസനം വികസിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോട്ടന്നൂർ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സ്ഥലമല്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ കടകളും മറ്റൊരു സർവീസും ആളുകൾ ജനത്തിരക്കായി അങ്ങനെയുള്ള വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇനിയും വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ കോട്ടന്നൂർ ഇപ്പോൾ ഇതേമാതിരി ഈ ഏരിയയിലൊന്നും ഈ ചേറ് പഞ്ചായത്തിലെ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ വരാൻ പോകുന്ന മെമ്പർമാരോടൊക്കെ ചേട്ടൻ എന്താ പറയാനുള്ളത്? വരാൻ പോണത് വികസിക്കണം എല്ലാവർക്കും ആഗ്രഹമല്ലോ. നല്ല ആളുകൾ വരണം, നല്ല ആളുകൾ വരണ ആളുകൾ നല്ല ബിസിനസ് തന്നെ വരുന്ന തന്നെ അതിനുള്ള തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കച്ചവടങ്ങൾ പറഞ്ഞ വികസിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ പേര്? സഞ്ജീവ്. ചേട്ടാ എന്താ ചെയ്യണേ? ഞാൻ കാർപ്പറ്റർ. ഇന്നിപ്പോൾ പണിയൊന്നുമില്ലേ? പണി കുറവാ. ഇപ്പോൾ എങ്ങനെയാണ് ചേട്ടാ നമ്മുടെ ഒരു 1ാം വാർഡിലായിരുന്നു അല്ലേ? അല്ല, 3 വാർഡ്. എങ്ങനെയാണ് ആ വാർഡിൽ നോക്കുമ്പോൾ എങ്ങനെയാ കാഴ്ചപ്പാട്? എങ്ങനെയാ ചേട്ടൻ? ആ വാർഡിൽ വലിയ കുഴപ്പമില്ല. നിങ്ങളുടെ അവിടെ കുടിവെള്ള ക്ഷാമൊക്കെ എങ്ങനെയാണ്? പ്രശ്നമില്ല. റോഡുകളൊക്കെ എങ്ങനെയായിരുന്നു? റോഡുകളൊക്കെ ആദ്യം മോശമായിരുന്നു, ഇപ്പൊ പിന്നെ നല്ല റോഡാണ്. ഭാഗം പോക്ക തന്നെയാണ്. ഇവിടെ ഈ സെൻട്രൽ കാണുന്നത് തന്നെയുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാലൊക്കെ പോക്കാം. പാർലമെന്റ് പഞ്ചായത്തിൽ റോഡുകളുടെ നിലവാരം വളരെ കുറവായിരുന്നു. റോഡുകൾ നന്നാക്കാനായിട്ട് വന്നു. അതൊരു പഞ്ചായത്തിൽ ഫണ്ടില്ലെന്ന് പറയണവര്. പിന്നെ ഇലക്ഷൻ്റെ സമയത്ത് എങ്ങനെ ശരിയാകുമെന്നുള്ളത് അറിയില്ല. എങ്ങനെയാണ് ചേട്ടൻ 3ാം വാർഡിൽ എങ്ങനെയാണ്? ഞങ്ങളുടെ മെമ്പർ നല്ല വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് കാരണം ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. അതിനെക്കുറിച്ച് ആർക്കും മോശമായിട്ട് അഭിപ്രായമില്ല. മണിയേട്ടനെ കുറിച്ച് എന്ത് കാര്യത്തിനും ഓടിച്ചെല്ലാനും ചെയ്യാനും എന്ത് കാര്യവും പ്രവർത്തിക്കാനും അതെന്നെ പരിഹരിച്ചു കൊടുക്കാനായിട്ടാണ് തയ്യാറുള്ളത്. പാർലമെന്റ് പഞ്ചായത്തിനെ കുറിച്ചുള്ള ഒരു ഭരണം എങ്ങനെയായിരുന്നു കഴിഞ്ഞ 5 വർഷം? കഴിഞ്ഞ 5 വർഷം കുഴപ്പമില്ല. കോവിഡ് കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു? കോവിഡ് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എല്ലാം കൊണ്ടും ഒരു മോശപ്പെട്ട ഇതല്ലോ. ആ സമയത്ത് ഭരണം നിങ്ങൾക്ക് മതിയായ സൗകര്യങ്ങളും സേവനങ്ങളൊക്കെ ചെയ്ത് കിട്ടിയോ? പഞ്ചായത്തിന്റെ ഭാഗത്ത് കിട്ടി? കുഴപ്പമില്ല. ഇപ്പോൾ ഉടനൊരു അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇനി വരാൻ പോകുന്ന ജനപ്രതിനിധികളോട് എന്താ പറയാ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് നമ്മുടെ ആവശ്യത്തിനൊപ്പം നിൽക്കണ്ടേ? നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നിൽക്കും എല്ലാ പ്രവർത്തനം. അതായത് നമ്മൾ പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുമെന്നാണോ? അതന്നെ. അല്ലാണ്ട് അങ്ങനെയല്ലേ പണിയെടുക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ ഒരു വാത് കിടക്കും, അതോടെ കിടക്കുന്നു. രാഷ്ട്രീയത്തിനോട് നമുക്ക് പ്രതിപത്തി ഇല്ലാണ്ടല്ല. രാഷ്ട്രീയത്തിനൊക്കെ ഇറങ്ങാറുണ്ടോ? പോസ്റ്റ് ഓടിക്കാനൊക്കെ പോരണോ? അതിനൊക്കെ പഴയ കാലത്തായിരുന്നു, സമയമില്ല, വയസ്സ് കുറച്ചായി. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. പാർലം ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർക്ക് കൃത്യമായ ഒരു ദീർഘവീക്ഷണമുണ്ട്. അവർക്ക് ആർക്ക് വോട്ട് ചെയ്യണം, വോട്ട് ചെയ്ത ആൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ വാർഡിന് ചെയ്തതെന്നെല്ലാം കൃത്യമായൊരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അവർ കടന്നു പോകുന്നത്. എന്തായാലും പുതിയ ജനപ്രതിനിധികളാവാൻ വരുന്നവർക്കോട് ഞങ്ങൾക്കും പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ: ജനങ്ങൾക്കൊപ്പം നിൽക്കുക, അല്ലെ? ജനങ്ങൾക്ക് ഒപ്പം നിൽക്കണം. അവരുടെ അതെ, അതിന് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഇവിടെ ഇങ്ങനെ പഞ്ചായത്തിലൊക്കെ ചെയ്യുന്നത്. പഞ്ചായത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊരു കക്ഷിയാണോ നമുക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ അവനെ വോട്ട് ചെയ്യുക. അത് പാർട്ടി നോക്കിയിട്ടല്ല ചിലപ്പോൾ. പാർട്ടി വേറെ, ഇത് വേറെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, അവർ വ്യക്തികളെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്, പാർട്ടിയെ നോക്കിയല്ല. ആ ജനപ്രതിനിധി എന്തെങ്കിലും കാര്യം, ചുരുക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടുള്ളവരാണോ എന്ന് പോലും പരിശോധിക്കും. അതാണ് അതിൻ്റെ ഘടകം എന്ന് പറയുന്നത്. എന്തായാലും നാളെ കാണാം. മറ്റൊരു പഞ്ചായത്തിൽ ഞങ്ങൾക്കും പറയാനുണ്ട്.